വടക്കേ ഇന്ത്യയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആരവല്ലിക്കുന്നുകളെക്കുറിച്ച് കഴിഞ്ഞ മാസം സുപ്രീം കോടതി അംഗീകരിച്ച നിർവചനത്തിൽ ചില വ്യക്തതകൾ ആവശ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ സുപ്രീം കോടതി അവധിക്കാല ബെഞ്ച്. ആരവല്ലിക്കുന്നുകളെ സംബന്ധിച്ച മുൻ നിർദ്ദേശങ്ങളും ശുപാർശകളും താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നതായും കോടതി ഇന്നലെ വ്യക്തമാക്കി. ഖനന ആവശ്യങ്ങൾക്കായി കുന്നുകളെ സംബന്ധിച്ച് മുൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ നൽകിയ ശുപാർശകളുടെ പരിസ്ഥിതി ആഘാതം പഠിക്കുന്നതിന് ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ആരവല്ലിക്കുന്നുകളിൽ ഖനനം പുതുക്കുന്നതിനോ പുതിയ ഖനനം നടത്തുന്നതിനോ മുൻകൂർ അനുമതിയില്ലാതെ അംഗീകാരം നൽകരുതെന്നും കോടതി വ്യക്തമാക്കി. ആരവല്ലിക്കുന്നുകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയ നവംബർ 20 ഉത്തരവിനെ തുടർന്ന് അനിയന്ത്രിത ഖനനവും പരിസ്ഥിതി ആഘാതവും ഉണ്ടാക്കുമെന്ന ആശങ്ക ഉടലെടുത്തതോടെ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അടുത്ത മാസം 21 കേസിൽ വീണ്ടും വാദം കേൾക്കും. കേന്ദ്ര സർക്കാരിനോടും ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളോടും വിഷയത്തിൽ പ്രതികരണം തേടിയിട്ടുണ്ട്. മുൻ കമ്മിറ്റിയുടെ നിർവചനം നടപ്പാക്കുന്നതിന് മുമ്പേ നിഷ്പക്ഷമായ വിദഗ്ധാഭിപ്രായം കണക്കിലെടുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഭൂനിരപ്പിൽ നിന്ന് 100 മീറ്ററെങ്കിലും ഉയർന്നു നിൽക്കുന്ന കുന്നുകളോ 500 മീറ്ററിനുള്ളിൽ അകലെ വരുന്ന 2 അതിലോ കൂടുതൽ കുന്നുകളോ അവയ്ക്കിടയിൽ വരുന്ന ഭൂപ്രദേശവും ആരവല്ലിക്കുന്നുകളായി കണക്കാക്കപ്പെടണമെന്നായിരുന്നു നവംബർ 20 സുപ്രീം കോടതി നിർവചനം. എന്നാൽ രാജസ്ഥാനിൽ 12,081 കുന്നുകളിൽ 1,048 എണ്ണം മാത്രമേ ഈ ഉയരപരിധി പാലിക്കുന്നുള്ളൂ എന്നും അതിനുള്ള വ്യാപകമായ പരിസ്ഥിതി ചൂഷണം നേരിടുന്നുമാണ് ഇതിനെതിരെ രംഗത്തെത്തിയവർ ചൂണ്ടിക്കാട്ടിയത്. ഈ നിർവചനത്തിൽ ഉൾപ്പെടെ മുൻ കമ്മിറ്റിയുടെ ശുപാർശകൾ സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി ഇന്നലെ ഉത്തരവിൽ വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ കോടതിയുടെ മുൻ നിർവചനവും നിർദ്ദേശങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും നടപ്പാക്കാനും സാധ്യതയുള്ളതായി പരിസ്ഥിതി പ്രവർത്തകർ ആശങ്ക ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതി നടപടിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കി. ആരവല്ലിയുടെ സംരക്ഷണത്തിനും പുനഃസ്ഥാപനത്തിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരവല്ലിയുടെ നിർവചനം മാറ്റാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ ഇടപെട്ടത് സ്വാഗതം ചെയ്യുന്നതായി കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു.